നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 ആരംഭിക്കുന്നു. ധോണിയെ നാളുകളായി വിറപ്പിക്കുന്ന PT-7 ഇന്ന് പിടിതന്നില്ല. സർവ്വസന്നാഹങ്ങളുമായി കാട് കയറിയ ദൗത്യസംഘത്തിന് മുന്നിൽ പെടാതെ PT-7 ഉൾക്കാട്ടിലേക്ക് പോയി. ഉച്ചവരെ കണ്ടെത്താൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കാണാതെ ഇന്നത്തെ ദൗത്യം നിർത്തിവെച്ചു. നാളെ ദൗത്യം തുടരുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് ദൗത്യം ആരംഭിച്ചത്. ധോണി ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമുള്ള ചപ്പാത്തിൽ PT-7 ഉണ്ടായിരുന്നു എന്നതിനാൽ 10 മണിയോടുകൂടി ദൗത്യം പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയായിരുന്നു സംഘത്തിനുണ്ടായിരുന്നത്. എന്നാൽ 10 മണിക്ക് ശേഷം കാര്യങ്ങൾ മാറിമറിഞ്ഞു. ചപ്പാത്തിൽ നിന്നും ഉൾക്കാട്ടിലേക്ക് PT-7 വലിഞ്ഞതോടെ ദൗത്യം പാതിവഴിയിൽ നിർത്തേണ്ടി വന്നു. നമ്മൾ ഇവിടുന്ന് തൊട്ട് ബാക്കിനുള്ള ചപ്പാത്തിന്റെ മുകളിലുള്ള ഒരു മേഖലയിലേക്ക് മൂവ് ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഉടൻ തന്നെ പിന്നാലെ പോവുകയും മരുന്നും ചൂടെന്ന് പറയുന്ന ഇതിനകത്തുള്ള ചെറിയൊരു ഭാഗമാണ്. നമ്മൾ ഭൂമിക്കകത്ത് പല പല പേരുകൾ അവർ ലോക്കലി പറയുന്നുണ്ട്. ആ ഭാഗത്തു നിന്നാണ് ഇതിനെ ആദ്യം മനസ്സിലാക്കുന്നത്. തുടർന്ന് നമ്മൾ ട്രാക്ക് ചെയ്തെങ്കിലും കാരണം ആനയും വളരെ കൃത്യമായിട്ട്, കാരണം ആളുകൾ പുറകിലുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അല്പം സാഹചര്യം ഓക്കെ ആയിരുന്നുവെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ആനയുടെ ഹെൽത്ത് നോക്കേണ്ടതുകൊണ്ടും സ്റ്റീപ്പ് ആയതുകൊണ്ടും ചൂടായതുകൊണ്ടും നമുക്ക് ആ ഒരു ഡാർട്ടിംഗ് എന്ന വിഷയം നമുക്കിപ്പോൾ നടത്താൻ. PT-7 ഇന്ന് പിടികൂടാനാകും എന്ന പ്രതീക്ഷയിലായിരുന്നു ധോണി നിവാസികൾ. പക്ഷേ ഉദ്യമം പകുതി വഴിയിൽ അവസാനിപ്പിച്ചത് അവർക്ക് നിരാശ നൽകുന്നതാണ്. ശ്രമം നാളെയും തുടരുമെന്നത് അവരുടെ പ്രതീക്ഷകൾക്ക് ഊർജ്ജം നൽകുന്നു. ശ്രമം ഉപേക്ഷിക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നതിനെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം അത്രയും ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടുന്നതാണ്. കാരണം ഈ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും പോകുമ്പോഴും ചിലപ്പോൾ പലയിടത്തും നമുക്ക് പല മീറ്റിങ്ങുകൾക്കൊക്കെ പോകേണ്ടി വരുമ്പോഴൊന്നും ഈ രാവിലെ നേരത്തെ ഞങ്ങളൊക്കെ പല കാര്യങ്ങളും ഒഴിവാക്കുകയാണ്. അങ്ങനെ രാത്രി പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ ഒഴിവാക്കും. ഇന്ന് പാതി വഴിയിൽ ഉപേക്ഷിച്ച ദൗത്യം നാളെ പുനരാരംഭിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ PT-7 വീണ്ടും ഉൾക്കാട്ടിൽ തുടർന്നാൽ പ്രതിസന്ധി തുടരും. ധോണിയിൽ നിന്നും പ്രജിത് കൊങ്ങാടിനും അഖിൽ ഒട്ടുപാറയ്ക്കും അനുമോദിനുമൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. PT-7 തേടി കാട് കയറുന്ന ദൗത്യസംഘത്തിലെ പ്രധാനികൾ 3 കുങ്കിയാനകളാണ്. PT-7 പോലെ ഒരു കാലത്ത് നാടിനെ വിറപ്പിച്ചവരാണ് അവരിൽ 2 ആനകൾ. വനം വകുപ്പ് പിടികൂടി പ്രത്യേക പരിശീലനത്തിലൂടെ മെരുക്കിയെടുക്കുന്ന കാട്ടാനകളാണ് കുങ്കിയാനകൾ. ഇത് ഭരതൻ. ആദ്യത്തെ പേര് കല്ലൂർ കൊമ്പൻ. വയനാട് കല്ലൂർ എന്ന നാടിനെ വിറപ്പിച്ച് നടന്ന കാട്ടുകൊമ്പനെ 2016 വനം വകുപ്പ് പിടികൂടി മികച്ച പരിശീലനം നൽകി. അങ്ങനെ കല്ലൂർ കൊമ്പൻ ഭരതനായി. അടുത്തത് വിക്രം. ആദ്യത്തെ പേര് വടക്കനാട് കൊമ്പൻ, മറ്റൊരു വയനാടൻ കാട്ടുകൊമ്പൻ. 2017 വയനാട് പൊൻകുഴിയിൽ ഒരാളെ കുത്തിക്കൊലപ്പെടുത്തിയപ്പോൾ വനം വകുപ്പ് പിടികൂടിയത്. ഇത് കോന്നി സുരേന്ദ്രൻ. ഇവനാണ് ശരിക്കും ഹീറോ. 1999 പത്തനംതിട്ട രാജംപാറയിൽ നിന്നും 1 വയസ്സുള്ളപ്പോൾ വനം വകുപ്പിന് കിട്ടിയതാണ്. കോന്നി ആനത്താവളത്തിൽ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായി വളർന്ന സുരേന്ദ്രനെ കുങ്കിയാനയാക്കാനുള്ള ശ്രമത്തിനെതിരെ വലിയ പ്രതിഷേധം നടന്നിരുന്നു. നാട്ടുകാർക്കിവനെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനായി കാണാനായിരുന്നു ആഗ്രഹം. എന്നാൽ വനം വകുപ്പിന് മറ്റുള്ള കൊമ്പന്മാരെ ചട്ടം പഠിപ്പിക്കാൻ സുരേന്ദ്രനെ പോലെ ഒരു ആനയെ വേണമായിരുന്നു. അങ്ങനെ 2018 തമിഴ്നാട് മുതുമലയിൽ കൊണ്ടുപോയി പ്രത്യേക പരിശീലനത്തിലൂടെ കുങ്കിയാനയാക്കി. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പിടിച്ച PM2 എന്ന കാട്ടാനയെ തളയ്ക്കാനും സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ഭരതൻ, വിക്രം, സുരേന്ദ്രൻ, ഈ 3 പേരുമാണ് PT-7 പിടിക്കാനുള്ള ദൗത്യത്തിന് ഒപ്പം നിൽക്കുന്ന കുങ്കിയാനകൾ. ദൗത്യത്തിനിടെ PT-7 അനുസരണക്കേട് കാട്ടിയാൽ ഇവർ നോക്കിക്കോളും. നാളെ PT-7 ഇവരിൽ ഒരംഗമായി അന്ന് നാടുവിറപ്പിക്കുന്ന കാട്ടുകൊമ്പനെ പിടികൂടാനിറങ്ങും. ക്യാമറമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. പോലീസിനെ നന്നാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി അനിൽ കാന്ത്. കളങ്കിതരാണ് എന്ന് കണ്ടവർക്കെതിരെ നടപടി തുടരുകയാണ്.
കുറ്റകൃത്യങ്ങളിൽ പ്രതികളായ പോലീസുകാരുടെ വിവരങ്ങൾ ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്കുള്ളിൽ നൽകണമെന്ന അന്ത്യശാസനവും നൽകിയിട്ടുണ്ട്. ഇന്ന് 24 SHOമാർക്കെതിരെ നടപടിയെടുത്തു. സേനയിലെ കളങ്കിതരുടെ പട്ടിക തയ്യാറാക്കാൻ ഇന്നലെ വിളിച്ച ഓൺലൈൻ യോഗത്തിൽ സംസ്ഥാന പോലീസ് മേധാവി DGP അനിൽകാന്ത് നിർദ്ദേശിച്ചിരുന്നു. ഈ പട്ടിക ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് മുൻപ് നൽകാനാണ് യൂണിറ്റ് മേധാവികളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. യൂണിറ്റ് മേധാവിമാരായ IGമാർ, DIGമാർ, സിറ്റി പോലീസ് കമ്മീഷണർമാർ, ജില്ലാ പോലീസ് മേധാവിമാർ ഉൾപ്പെടെയുള്ളവരാണ് പട്ടിക നൽകേണ്ടത്. പോക്സോ, പീഡനം, വിജിലൻസ്, ഗുരുതര കുറ്റകൃത്യം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതികളായ പോലീസുകാരുടെ വിവരങ്ങളാണ് പ്രധാനമായും ശേഖരിക്കുക. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ നേരിട്ടവരുടെ വിവരങ്ങളും അറിയിക്കണമെന്ന് DGP നിർദ്ദേശിച്ചു. DYSP ഉൾപ്പെടെയുള്ളവർ ഗുണ്ടാ നേതാക്കളുടെ മധ്യസ്ഥ ചർച്ചയിൽ പങ്കാളികളായിട്ടുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. ഇവർക്കെതിരായ നടപടി കടുപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വിവരശേഖരമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സേനയിലെ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി 24 CIമാരെ കൂടി സ്ഥലം മാറ്റി. അതേസമയം കുപ്രസിദ്ധ ഗുണ്ട ഓംപ്രകാശിന്റെ കൂട്ടാളികൾ കോടതിയിൽ കീഴടങ്ങി. ആരിഫ്, ആസിഫ്, ജോമോൻ എന്നിവരാണ് കീഴടങ്ങിയത്. ഓംപ്രകാശിനും പുത്തമ്പാലം രാജേഷിനും വേണ്ടിയുള്ള തിരച്ചിൽ അന്വേഷണ സംഘം തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഓംപ്രകാശിന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ റെയ്ഡ്. കവടിയാറിലെ വീട്ടിലാണ് പോലീസും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തിയത്. പാറ്റൂർ ആക്രമണവുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. ഓംപ്രകാശിന്റെ സംഘത്തിൽപ്പെട്ട 4 പേർ ഇന്ന് കീഴടങ്ങിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് പരിശോധന. ആഭ്യന്തര വകുപ്പ് മറ്റാരെയെങ്കിലും ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ്. ക്രിമിനലുകളെ സംരക്ഷിക്കുന്നത് CPIM പോലീസ് സംഘമെന്ന പ്രതിപക്ഷ ആരോപണം ശരിയെന്ന് തെളിഞ്ഞതായും VD സതീശൻ പറഞ്ഞു. മാഫിയ സംഘങ്ങളുമായി CPIM നേതാക്കൾക്കും പോലീസിനുമുള്ള പങ്ക് വ്യക്തമാക്കുന്ന സംഭവങ്ങൾ പുറത്തുവരികയാണ്. ഇത്രയും പരാജയപ്പെട്ടൊരു ആഭ്യന്തര വകുപ്പ് കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നും സതീശൻ കുറ്റപ്പെടുത്തി. പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി NIA. 2047 ആകുമ്പോൾ ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കാനാണ് PFI ലക്ഷ്യമിട്ടത് എന്ന് മംഗളൂരു പ്രത്യേക കോടതിയെ NIA അറിയിച്ചു. ലക്ഷ്യം നേടാൻ കില്ലർ ടീമിനെയും സർവീസ് ടീമിനെയും രൂപീകരിച്ചായിരുന്നു പ്രവർത്തനം. കർണാടകയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതക കേസിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് NIAയുടെ വെളിപ്പെടുത്തൽ. അടുത്ത 4 നൂറ്റാണ്ടുകൊണ്ട് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണത്തിനാണ് PFI ലക്ഷ്യമിടുന്നത് എന്നാണ് NIAക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിൽ NIA സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇക്കാര്യം വെളിവാക്കുന്നത്. സുള്ളിയയിലെ യുവമോർച്ച നേതാവ് പ്രവീൺ നൊട്ടാരുവിന്റെ കൊലപാതക കേസിലാണ് ദേശീയ അന്വേഷണ ഏജൻസി പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 20 പ്രതികളിൽ 6 പേരും ഇപ്പോഴും ഒളിവിലാണ്. പ്രതികൾക്കെതിരെ ഗൂഢാലോചന, ഇരുഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ, കൊലപാതകം തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ UAPA നിയമത്തിലെ വകുപ്പുകളും ചേർത്തിട്ടുണ്ട്. 2022 ജൂലൈയിലാണ് യുവമോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന പ്രവീണിന്റെ കൊലപാതകം നടന്നത്. മുതിർന്ന PFI നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പട്ടികയിലുള്ളവരെ ആക്രമിക്കുന്നതിനും കൊല്ലുന്നതിനും പ്രത്യേക ടീമുകൾ പരിശീലനം നടത്തിയെന്ന് കുറ്റപത്രം പറയുന്നു. ബംഗളൂരു, സുള്ളിയ ടൗൺ എന്നിവിടങ്ങളിലായി PFI അംഗങ്ങളുടെയും നേതാക്കളുടെയും യോഗങ്ങൾ ചേർന്ന് ഗൂഢാലോചന നടത്തി. ജില്ലാ സർവീസ് ടീം തലവൻ മുസ്തഫ ഒരു പ്രത്യേക സമുദായത്തെ തിരിച്ചറിയാനും ടാർഗറ്റ് ചെയ്യാനും നിർദ്ദേശിച്ചു. ഇതുപ്രകാരം 4 പേരെ കണ്ടെത്തി. അതിനുശേഷമാണ് കൊലപാതകം നടന്നതെന്നും കുറ്റപത്രം പറയുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. നിരോധിത സംഘടനയായ PFI നേതാക്കളുടെ വസ്തുവകകൾ കണ്ടുകെട്ടി സർക്കാർ. ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് പോപ്പുലർ ഫ്രണ്ട് ഭാരവാഹികളുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്തത്. ഇന്നലെ മുൻ സംസ്ഥാന സെക്രട്ടറി CA റൌഫ് ഉൾപ്പെടെ സംസ്ഥാനത്ത് ഉടനീളം 100-ൽ അധികം മുൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരുന്നു. ജമ്മുവിലെ നരിവാലിൽ ഇരട്ട സ്ഫോടനത്തിൽ 6 പേർ അറസ്റ്റിൽ. ജമ്മു പോലീസ് ഇവരെ ചോദ്യം ചെയ്യുകയാണ്. സ്ഫോടനത്തിൽ 9 പേർക്ക് പരിക്കേറ്റു. ഇവരുടെ നില ഗുരുതരമല്ല. സ്ഫോടനം നടന്ന പ്രദേശം പോലീസ് സീൽ ചെയ്തു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. ഭീകര ആക്രമണമാണ് എന്ന് ജമ്മു കാശ്മീർ ADGP മുകേഷ് സിംഗ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായി BBC ഡോക്യുമെന്ററിക്ക് യൂട്യൂബിലും ട്വിറ്ററിലും വിലക്ക്. ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററിയുടെ സമൂഹ മാധ്യമങ്ങളിലെ ലിങ്കുകൾ നീക്കം ചെയ്യാൻ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഡോക്യുമെന്ററിയുടെ ലിങ്ക് നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഗുജറാത്ത് കലാപത്തിൽ മോദിക്ക് പങ്കുണ്ട് എന്ന ബ്രിട്ടീഷ് സർക്കാരിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള ഡോക്യുമെന്ററിയുടെ 1ാം ഭാഗം 17-നാണ് BBC സംപ്രേഷണം ചെയ്തത്.
ഡോക്യുമെന്ററി കൊളോണിയൽ മനോഭാവത്തോടെയുള്ളതാണ് എന്നും ഇന്ത്യൻ ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് എന്നും ചൂണ്ടിക്കാട്ടി 302 പ്രമുഖർ പ്രസ്താവനയിറക്കി. മുൻ ജഡ്ജിമാരും മുൻ മേധാവിയും ഉൾപ്പെടെ ഉള്ളവർ പ്രസ്താവനയിൽ ഒപ്പുവെച്ചു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടന വിവാദത്തിൽ ജി സുധാകരന് മറുപടിയുമായി എച്ച് സലാം MLA. വിവാദങ്ങൾ ബോധപൂർവം ആണ് എന്നും വാർത്തകൾ വരുന്നത് സ്വാഭാവികമായല്ല എന്നും MLA പറഞ്ഞു. നേരിട്ടും ഫേസ്ബുക്കിലൂടെയും വിവാദങ്ങൾ ഉണ്ടാക്കി. ഓരോ കാലത്തും ചുമതലപ്പെട്ടവർ അത് നിർവഹിക്കുക എന്നതാണ് പ്രധാനമെന്നും എച്ച് സലാം ഉദ്ഘാടന ചടങ്ങിൽ പ്രതികരിച്ചു. സന്ദർഭത്തിൽ ചുമതലപ്പെട്ട ആളുകൾ ആരെന്ത് ചെയ്യുന്നു അത് ചെയ്യുക എന്ന ഉത്തരവാദിത്വം ജനങ്ങളെ ഏൽപ്പിച്ചതാണ്. അത് ഞാനാണെങ്കിലും ശ്രീ ആരിഫാണെങ്കിലും മറ്റാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഒക്കെ അതാണ്. ആ സമയത്ത് ചെയ്യുക എന്ന ഉത്തരവാദിത്വമാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പൂർത്തിക്കാൻ വേണ്ടിയാണ്. ഞാനിത് ഇത്രയും പറയുന്നത് ചോദിച്ചാൽ ഒരു മനോഹരമായ ഭംഗിയായ ചടങ്ങ് നടപ്പാക്കപ്പെടുന്ന സമയത്ത് ഉദ്ഘാടനപ്പെടുന്ന വേളയിൽ അനാവശ്യമായ വാർത്തയും വിവാദവും സൃഷ്ടിക്കാൻ ചില സമരങ്ങൾ പോലും ഉണ്ടാകുമെന്നാണ് കേട്ടത്. എന്ത് കാര്യത്തിലാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്ലൈ ചെയ്യുന്നു, സെൻട്രൽ ഗവൺമെന്റ് അനുവദിക്കുന്നു. ആ സമയത്ത് MP-മാരുണ്ടായിരിക്കുക, MLA-മാര് കാണും, മന്ത്രിമാര് കാണും, എല്ലാവരുടെയും പങ്കുണ്ട്. ആരെയും തള്ളിക്കളയേണ്ടതായിട്ടില്ല. അതൊന്നും വിവാദമാക്കി പോകേണ്ട കാര്യമില്ല. നാളെ അങ്ങനെയാണ് പോകേണ്ടത്. എത്ര നെഗറ്റീവായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും അതിന്റെ 100 ഇരട്ടി പോസിറ്റീവായ വശം നിൽക്കുന്ന മണ്ണാണ്. തന്നെയും മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയെയും ഉദ്ഘാടന ചടങ്ങിന് വിളിക്കാത്തതിനെതിരെ ജി സുധാകരൻ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരുന്നു. മുൻ MP KC വേണുഗോപാലിനെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച കോൺഗ്രസും സമരത്തിലാണ്. കേരളത്തിന് എയിംസ് ലഭ്യമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രിയുമായുള്ള കഴിഞ്ഞ ചർച്ചയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നുവെന്നും പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ കേരളം ഇല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏത് മാനദണ്ഡം വെച്ചാലും എയിംസ് കേരളത്തിന് അനുവദിക്കാൻ യോഗ്യതയുണ്ട്. ആരോഗ്യരംഗത്ത് മികച്ച പ്രവർത്തനം ആണ് കേരളം കാഴ്ചവെക്കുന്നത് എന്നും ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. അനുകൂലമായ പ്രതികരണമാണ് പ്രധാനമന്ത്രിയുടെ ഉണ്ടായത്. പക്ഷേ കഴിഞ്ഞ തവണ ലിസ്റ്റ് വന്നപ്പോൾ കേരളത്തില്ല. ഇവിടെ നമുക്കൊന്നേ പറയാനുള്ളൂ, ഇത് കേരളത്തിൻ്റെ ന്യായമായ ഒരു ആവശ്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് ആ ആവശ്യം ഗൗരവമായി പരിഗണിക്കണം. ഏറ്റവും വേഗതയിൽ ഇനിയും കാലതാമസം വരുത്താതെ എയിംസ് കേരളത്തിന് അനുവദിച്ച് നൽകണം എന്നാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പിനോടും കേന്ദ്ര ഗവൺമെന്റിനോടും സംസ്ഥാനത്തിന് അഭ്യർത്ഥിക്കാനുള്ളത്. ജാതി വിവേചനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നതിനിടെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സ്ഥാനം ശങ്കർ മോഹൻ രാജിവെച്ചു. രാജിവെച്ചതിന് വിവാദങ്ങളുമായി ബന്ധമില്ലെന്ന് ശങ്കർ മോഹൻ പ്രതികരിച്ചു. അതേസമയം സമരത്തിന്റെ മറ്റാവശ്യങ്ങളിൽ കൂടി ഉറപ്പു ലഭിച്ച ശേഷം സമരം പിൻവലിക്കാം എന്ന നിലപാടിൽ ആണ് വിദ്യാർത്ഥികൾ. VK രാമചന്ദ്രൻ, ഷാജി N കരുൺ, TV ചന്ദ്രൻ എന്നിവരെ ഉൾപ്പെടുത്തി പുതിയ ഡയറക്ടറെ കണ്ടെത്താൻ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു. 48 ദിവസം നീണ്ട സമരത്തിനൊടുവിലാണ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ മുട്ടുമടക്കി ശങ്കർ മോഹൻ രാജിവെച്ചത്. ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണന് കൈമാറിയ രാജിക്കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലും ലഭിച്ചു. ടേം പൂർത്തിയാകുന്നതിനാലാണ് രാജിവെക്കുന്നതെന്നാണ് ശങ്കർ മോഹൻ പ്രതികരിച്ചത്. കണ്ട വിഷയങ്ങളിലെല്ലാം പ്രതികരിക്കാൻ താൻ മന്ത്രിയല്ല എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും സമയം നോക്കി ചെയ്യും. ഇവിടെ ഇതിനുള്ള സ്ഥലമല്ല. പ്ലീസ്, ഞാൻ മന്ത്രിയൊന്നുമല്ലല്ലോ. കാണുന്നിടത്തെല്ലാം പോയി അഭിപ്രായം പറയാനാണ്. അതേസമയം സർക്കാരിൽ നിന്ന് കൃത്യമായ ഉറപ്പ് ലഭിച്ച ശേഷം സമരം പിൻവലിക്കാമെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. അക്കാഡമിക് വിഷയങ്ങൾ അടക്കമുള്ള 11 ആവശ്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് ഇതുവരൊന്നും വന്നില്ല. രാജ്യമായിരുന്നു ഒരു ഡിമാൻഡ്, 12 ഡിമാൻഡുകൾ. ബാക്കി 11 ഡിമാൻഡുകളുടെ ഒരു അതിലോട്ടുള്ള ചർച്ചയ്ക്ക് അതിലുള്ള മീറ്റിങ്ങിനുള്ളൊരു കൺഫർമേഷനും ബാക്കി കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം വെച്ചിട്ട് കൃത്യമായ ഒരു അക്കാഡമിക് ഇതിലോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അത് കൃത്യമായ ഒരു ചർച്ച നടത്തി പക്ഷെ അത് റെസ്യൂം ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. എത്രയും പെട്ടെന്ന് ക്ലാസ്സുകൾ തുടങ്ങി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ ഡിസംബർ 4 മുതലാണ് കോട്ടയം പള്ളിക്കത്തോട്
KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾ സമരം തുടങ്ങിയത്. ഡിസംബർ 23 മുതൽ ജില്ലാ കളക്ടർ കോളേജ് അടച്ചിടുകയായിരുന്നു. കേവലം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല സമരത്തിൽ ഉയർന്നു കേട്ടത്. ദിവസവേതനക്കാരായ സ്ത്രീ തൊഴിലാളികളോട് ശങ്കർ മോഹൻ ജാതീയമായി പെരുമാറിയെന്ന ഗുരുതരമായ ആരോപണവുമുണ്ട്. ക്രിമിനൽ സ്വഭാവമുള്ള ഇത്തരം സംഭവങ്ങളിൽ പോലീസ് നടപടിക്ക് സർക്കാർ തയ്യാറാകുമോ? ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, പള്ളിക്കത്തോട്. ശങ്കർ മോഹന് എതിരെ ഉയർന്ന ആരോപണം ശരിയാണോ എന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി മന്ത്രി ആർ ബിന്ദു. പിന്നീട് പ്രതികരിക്കാമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. തിരുവനന്തപുരത്ത് അദ്ദേഹം രാജി സമർപ്പിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു. എല്ലാ ഓഫീസിലും കൊടുത്തിട്ടുണ്ട്. ഇതിലും ഈ റിപ്പോർട്ടിൽ നേരത്തെ ഇവര് മുന്നോട്ട് വെച്ചിരുന്ന ആശയങ്ങൾ കറക്റ്റ് ആയിരുന്നു എന്നുള്ളതാണോ തെളിയുന്നത്? അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് ഗവർണറുടെ അംഗീകാരം. മന്ത്രിസഭ അംഗീകരിച്ചു നൽകിയ പ്രസംഗത്തിൽ മാറ്റമില്ലാതെയാണ് ഗവർണർ അംഗീകരിച്ച് സർക്കാരിന് തിരികെ നൽകിയത്. ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്ക വിഷയങ്ങൾ പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിനെതിരെയും മയപ്പെട്ട വിമർശനങ്ങളാണ് നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ളത്. നിയമമന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിലുള്ള ഉപസമിതിയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരട് തയ്യാറാക്കിയത്. തിങ്കളാഴ്ചയാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കുക. കോതമംഗലത്ത് ബന്ധുക്കളായ 2 കുട്ടികൾ പുഴയിൽ മുങ്ങി മരിച്ചു. ഇന്ന് വൈകിട്ട് പൂയംകുട്ടിക്ക് സമീപം കണ്ടൻപാറ ഭാഗത്താണ് അപകടമുണ്ടായത്. കുട്ടമ്പുഴ കൂവപ്പാറ സ്വദേശി അലി, മണ്ണപ്പുറം സ്വദേശി ആബിദ് എന്നിവരാണ് മുങ്ങിമരിച്ചത്. പൂയംകുട്ടി കണ്ടൻപാറ ഭാഗത്ത് ബന്ധുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയതായിരുന്നു. കുട്ടമ്പുഴയിലുള്ള ബന്ധുവീട്ടിലെ ചടങ്ങിന് ശേഷം വീട്ടുകാരോടൊപ്പം കുണ്ടൻപാറ ഭാഗത്ത് എത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോലീസിനെ ഫോണിൽ വിളിച്ച് മരണമൊഴി നൽകിയ ശേഷം യുവാവ് ആത്മഹത്യ ചെയ്തു. വെങ്ങാനൂർ സ്വദേശി അമൽജിത്ത് ആണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. തൊടുപുഴ പോലീസ് കള്ളക്കേസിൽ കുടുക്കി റിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞ ശേഷമായിരുന്നു ആത്മഹത്യ. അതേസമയം തൊടുപുഴയിൽ അയൽവാസിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് അമലിന് എതിരെ കേസെടുത്തിരുന്നു എന്ന് തൊടുപുഴ പോലീസ് അറിയിച്ചു. പോലീസ് എന്റെ ഒരു കാര്യത്തിൽ, അതായത് എന്റെ ജീവിതത്തിൽ പക്ഷപാതം നിന്ന് ഇല്ലാത്ത കേസ് എന്റെ തലയിൽ കെട്ടിവെച്ചു. അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ്. എവിടെ ഇത് ഏത് സ്റ്റേഷനിലെ ആൾക്കാരാണ് നിങ്ങൾക്കെതിരെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയത്? തൊടുപുഴ പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാരാണ്. തൊടുപുഴ സുഹൃത്ത് ഇടുക്കിയല്ലേ? അതെ, തൊടുപുഴ ഇടുക്കിയിലുള്ള സർക്കിൾ ഇൻസ്പെക്ടറാണ് എന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു അമലിന്റെ ആത്മഹത്യ. പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ചാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് ഇയാൾ വിഴിഞ്ഞം പോലീസിനെ വിളിച്ചു പറഞ്ഞു. തൊടുപുഴ പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്നായിരുന്നു ഇയാളുടെ ആരോപണം. രാത്രി തള്ളേരടുത്ത് പറഞ്ഞു മരിക്കുമെന്ന് പറഞ്ഞു. എടുത്ത് എന്തൊക്കെ ഫേസ്ബുക്കിൽ എന്തൊക്കെ ഇട്ടായി. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരിക്കണം. ആത്മഹത്യ ചെയ്യാൻ പോകണമെന്ന് കൃത്യമായിട്ട് അവൻ പറഞ്ഞിരിക്കുന്നു. തൊടുപുഴയിൽ അയൽവാസിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിന് അമലിനെതിരെ കേസെടുത്തിരുന്നു. തൊടുപുഴ സ്വദേശിയായ യുവതിയുമായി അമലിന്റേത് 2ാം വിവാഹമായിരുന്നു. യുവതിയുടെ ആദ്യ ഭർത്താവ് ആക്രമിക്കുകയും കള്ളക്കേസ് കൊടുക്കുകയും ചെയ്തു എന്നായിരുന്നു അമലിന്റെ വെളിപ്പെടുത്തൽ. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം ആയൂരിൽ മകളോട് മോശമായി സംസാരിച്ച മദ്യപ സംഘത്തെ ചോദ്യം ചെയ്ത പിതാവിന് ക്രൂരമർദ്ദനം. തൊട്ടുപിന്നാലെ പിതാവിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങി. മർദ്ദന വിവരം ചൂണ്ടിക്കാട്ടി പരാതി ലഭിച്ചിട്ടില്ല എന്നും പോലീസ് വ്യക്തമാക്കി. ബുധനാഴ്ച വൈകുന്നേരം ട്യൂഷൻ ക്ലാസ്സിൽ നിന്നും മകളെയും കൂട്ടി വീട്ടിലേക്ക് വരികയായിരുന്നു അജയകുമാർ. വീടിന് സമീപത്ത് മദ്യപിച്ചുകൊണ്ടിരുന്ന 4-അംഗ സംഘം മകളെ അനാവശ്യം പറഞ്ഞു. മകളെ വീട്ടിൽ കൊണ്ടാക്കിയ ശേഷം മടങ്ങിയെത്തിയ അജയകുമാർ മദ്യപസംഘത്തെ ചോദ്യം ചെയ്തു. ക്ഷുഭിതരായ സംഘം പിതാവിനെ അതിക്രൂരമായി മർദ്ദിച്ചു. അജയകുമാറിന്റെ മുഖത്തും കണ്ണിനും സാരമായി പരിക്കേറ്റു. മാനസികമായി തകർന്ന പിതാവിനെ തൊട്ടടുത്ത ദിവസം രാത്രി 9 മണിയോടെ വീടിനു പിന്നിലെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊച്ചിനെ ട്യൂട്ടോറിയിൽ നിന്ന് ട്യൂഷൻ കഴിഞ്ഞ് കൊണ്ടുവരുന്ന സമയത്ത് വീടിൻ്റെ അയലോക്കത്ത് വെച്ച് വരുന്ന വഴിയിൽ വെച്ച് മദ്യപാന സംഘം പള്ളു പറഞ്ഞ് കൊച്ചിനെ കളിയാക്കി. അത് വീട്ടിൽ വന്നിട്ട് ചോദ്യം ചെയ്യാൻ ചെന്നപ്പോൾ അവർ മർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. മർദ്ദിച്ച് അവശനാക്കി കണ്ണിൻ്റെ മുഖം മൊത്തം അടിച്ച് ശരിക്ക് വളയിട്ടാണ് അടിച്ചത്. വീട്ടിൽ വന്ന് മിണ്ടാതെ റൂമിൽ കയറി കിടന്ന് പിറ്റേന്ന് ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്നാണ് ഇതിൻ്റെ മനം നൊന്താണ് അനിയൻ ആത്മഹത്യ ചെയ്യാൻ കാരണം.
പോലീസിൽ പരാതി നൽകാൻ കുടുംബം തയ്യാറായെങ്കിലും മൊഴി പറയാൻ ആരും തയ്യാറായില്ല. മരണത്തിന് കാരണക്കാരായ 4 പേർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന് അജയകുമാറിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ചടയമംഗലം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊല്ലം. MDMAയുമായി എക്സൈസ് പിടികൂടിയ പ്രതിയുടെ അമ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ശാന്തിപുരം ഷൈനി കോട്ടേജിൽ ഗ്രേസി ക്ലമന്റ് ആണ് തൂങ്ങി മരിച്ചത്. ഇന്നലെയാണ് ഇവരുടെ മകൻ ഷൈനോ ക്ലമന്റിനെ തിരുവനന്തപുരം എക്സൈസ് സംഘം MDMAയുമായി പിടികൂടിയത്. ഇലന്തൂർ ഇരട്ട നരബലി കേസിലെ 2ാമത്തെ കുറ്റപത്രം പെരുമ്പാവൂർ കോടതിയിൽ സമർപ്പിച്ചു. റോസ്ലി വധക്കേസിൽ 3000 പേജുള്ള കുറ്റപത്രം ആണ് കാലടി പോലീസ് സമർപ്പിച്ചത്. മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ഭാര്യ ലൈല എന്നിവർ ആണ് പ്രതികൾ. 200 സാക്ഷികൾ, 130 അനുബന്ധ രേഖകൾ, കത്തി ഉൾപ്പെടെ 50ഓളം തൊണ്ടിമുതലുകളും ഹാജരാക്കിയിട്ടുണ്ട്. യുവസംവിധായക നയന സൂര്യന്റെ മരണത്തിൽ സഹോദരൻ മധുവിന്റെ മൊഴി രേഖപ്പെടുത്തി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴി രേഖപ്പെടുത്തിയത്. നയനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നും CBI അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് സഹോദരനും കുടുംബവും മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൂട്ടിച്ച ഹോട്ടലുകൾ വീണ്ടും തുറക്കാൻ കടമ്പകൾ ഏറെ. ന്യൂനതകൾ പരിഹരിച്ചെന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ജീവനക്കാർക്ക് പരിശീലനം, ഹൈജീൻ റേറ്റിംഗ് എന്നിവയും നിർബന്ധമാക്കി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിച്ചു. സുനാമി ഇറച്ചിപ്പട്ടികയെ ചൊല്ലി കളമശ്ശേരി നഗരസഭാ കൗൺസിലിൽ ഇന്നും വാക്പോര്. അജണ്ടയിൽ വിഷയം ഉൾപ്പെടുത്താത്തതിനെ ചൊല്ലിയാണ് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഏറ്റുമുട്ടിയത്. ചെയർപേഴ്സന്റെ നിർദ്ദേശത്തെ തുടർന്ന് പഴകിയ ഇറച്ചിയെക്കുറിച്ചുള്ള ഫയൽ കൗൺസിലിൽ അവതരിപ്പിച്ചു. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. 2ാം ഏകദിനത്തിൽ കിവീസിനെ 8 വിക്കറ്റിന് തകർത്തു. 109 റൺസ് വിജയലക്ഷ്യവുമായി കളിക്കാനിറങ്ങിയ ഇന്ത്യയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലാൻഡ് 35ാം ഓവറിൽ 108 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ടോപ്പ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.